നമസ്കാരം. അങ്ങനെ നീണ്ട കാലങ്ങൾക്ക് ശേഷം ഏകദേശം 2 ആഴ്ച നീണ്ട വലിയ ചർച്ചകൾക്കൊടുവിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി യു.ഡി.എഫ് തീരുമാനിക്കുന്നു. ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പ്രധാനമായിട്ടും 3 കക്ഷികളാണ് ഈ രംഗത്തുണ്ടായിരുന്നത്. ഒരു വശത്ത് ജനപിന്തുണയും ലീഗിൻ്റെ പിന്തുണയുമായിട്ട് വി.ഡി. സതീശൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുവശത്ത് എ.ഐ.സി.സിയുടെ വലിയ നേതാവായിട്ട് കെ.സി. വേണുഗോപാൽ എന്നുള്ള ഒരു വ്യക്തി നിൽക്കുന്നു. അപ്പുറത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു വ്യക്തി രമേശ് ചെന്നിത്തല. സീനിയോറിറ്റിയുടെ കാലത്തിലും DIC രൂപീകരിച്ച് കരുണാകരൻ പോകുമ്പം പാർട്ടിയെ പിളർപ്പിൽ നിന്ന് ഒഴിവാക്കി ഒറ്റ കൊടക്കയിൽ കൊണ്ടുവന്നെന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തലയായിട്ട് വലിയ തരത്തിൽ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിലുള്ള മുമ്പോട്ട് വരുന്നു. അവസാനം AICC ഈ പറഞ്ഞ പോലെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നത് കെ.സി. വേണുഗോപാലിനായിരുന്നു. കാരണം ഒട്ടുമിക്ക MLA മാരും, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 63 MLA മാരായിരുന്നു മൊത്തം കോൺഗ്രസ് ഉണ്ടായിരുന്നത്. 63-ൽ ഏകദേശം 30 മുതൽ 40 അടുത്ത് വരുന്ന MLA മാർ സപ്പോർട്ട് ചെയ്തിരുന്നത് കെ.സി. വേണുഗോപാലിന്. പക്ഷേ ലീഗിൻ്റെ മറ്റു മുന്നണികളുടെ ലീഗിനെ പോലത്തെ അല്ലെങ്കിൽ RSPയെ പോലത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പോലത്തെ മറ്റ് ഘടക മുന്നണികളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് വി.ഡി. സതീശനെയായിരുന്നു. അതിനിടയിൽ എല്ലാവരും വളരെ ഞെട്ടിയ മറ്റൊരു കാഴ്ചയായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് അവസാനം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നു. അപ്പോഴും ആളുകൾക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നായിരിക്കും സത്യപ്രതിജ്ഞ എന്നുള്ളത്. കാരണം നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മറ്റ് ഘടകകക്ഷികൾക്കും ഈ പറഞ്ഞ പോലെ മന്ത്രിസ്ഥാനം വിഭജിച്ച് കൊടുക്കണം. കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരുപാട് സീനിയോറിറ്റിയുള്ള നേതാക്കന്മാരുണ്ട്. പുതുമുഖങ്ങൾക്ക് മന്ത്രിസഭയിൽ കൊടുക്കുമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ വി.ഡി. സതീശൻ ഇതിനു മുമ്പ് ഒരു മന്ത്രിയോ മറ്റൊന്നും ആയിട്ടില്ല, നേരിട്ട് മുഖ്യമന്ത്രിയിലോട്ട് വരുന്നു. പലവട്ടം അവസരങ്ങൾ വന്നെങ്കിലും കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട പല സന്ദർഭങ്ങളിലായിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം ഈ പറയപ്പെട്ട പോലെ ഇതിനു മുമ്പ് ഈ പറഞ്ഞ 3 വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു അനുകൂലം കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷമാണ് സതീശനെ പോലത്തെ ഒരു നേതാവിന് ഇത്തരത്തിലൊരു മന്ത്രി യോഗ്യത എന്നല്ല, മന്ത്രി പരിചയമില്ലാത്ത അല്ലെങ്കിൽ മുമ്പ് ക്യാബിനറ്റ് ഭരിച്ചിട്ടില്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് CM പൊസിഷനിലോട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറഞ്ഞപ്പം എല്ലാവരും അത്ഭുതത്തോടെയായിരുന്നു ഒരു സംഭവം വീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. 18-ാം തീയതി എങ്ങനെ UDF സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ ഘടകമുന്നണികളെയും ഘടകകക്ഷികളെയും പാർട്ടിക്കുള്ളിലെ മറ്റ് സീനിയോറിറ്റി നോക്കുകയും അതിനിടയിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ സംഭവം മുമ്പോട്ട് വെക്കുന്നുണ്ട്, യുവാക്കൾക്കുള്ള പ്രാതിനിധ്യം എന്ന് പറഞ്ഞ സംഭവം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൂട്ടി വെച്ച് നോക്കുമ്പോൾ 18-ാം തീയതി നടക്കില്ല എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റിന് വലിയ തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അവിടെ സെക്രട്ടേറിയറ്റിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും തകൃതിയായിട്ട് നടക്കുന്നു. സത്യപ്രതിജ്ഞ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറെടുപ്പുമായി മുമ്പോട്ട് പോകുന്ന ഒരു വശത്ത്. ഇതിനിടയിൽ കെ.സി. വേണുഗോപാൽ ഈ പറഞ്ഞ പോലെ CM പൊസിഷനിൽ വെച്ചെങ്കിലും രമേശ് ചെന്നിത്തലക്കായിരുന്നു സോണിയാഗാന്ധിയുടെ ഒരു ഉറപ്പ്. ഇപ്പോൾ നമുക്കറിയാം, മുമ്പ് ഈ പറഞ്ഞ പോലെ ചർച്ചകൾ നടക്കുമ്പോൾ രമേശ് ചെന്നിത്തല സോണിയാഗാന്ധി കൊടുത്തൊരു ഉറപ്പായിരുന്നു, അടുത്ത പ്രാവശ്യം ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നുള്ളൊരു പദവിയിലോട്ട് രമേശ് ചെന്നിത്തല വരും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രമേശ് ചെന്നിത്തല അവസാന ഘട്ടം വരെ പിടിച്ചു നിന്നതും തനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഒരു പ്രതീക്ഷ കൈവിടാണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ പോലെ സോണിയാഗാന്ധി കൊടുത്ത ഒരു പിന്തുണയായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലോട്ട് ജനപിന്തുണ എല്ലാം കൂടി വന്നത് സതീശന് അനുകൂലമായിട്ടായിരുന്നു. അതിനിടയിൽ എല്ലാവരും അത്ഭുതത്തോടെ കണ്ടെന്നായിരുന്നു ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം രമേശ് ചെന്നിത്തല ഗുരുവായൂരിലോട്ട് പോകുന്നു എന്നുള്ള ഒരു ഇതിലോട്ട് നമ്മൾ കണ്ടതാണ്. ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ കൗണ്ടിങ് നടക്കുമ്പം BJPയുടെ ഒരു സ്ട്രാറ്റജി, പ്രധാനമന്ത്രി ഏതെങ്കിലും സ്ഥലത്ത് പോയി നിൽക്കുന്നു, ഒരു അമ്പലത്തിൽ പോകുന്നു, അവിടെ പലതരത്തിലുള്ള സംഭവങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. അത്തരത്തിൽ പെട്ടെന്ന് ആരും എക്സ്പെക്റ്റ് ചെയ്യാതെ രമേശ് ചെന്നിത്തല ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകുന്നു. സാധാരണ പോകുന്നതാണെന്നുള്ള തരത്തിൽ വരുന്നുണ്ട്. പക്ഷേ പല മാധ്യമങ്ങളും പറയുന്നത് ഇത്തരത്തിലുള്ള ലീഗിനെതിരായിട്ടുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവരിക എന്നുള്ളത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, സതീശൻ്റെ ബാക്ക് ബോർഡ് എന്ന് പറയുന്നത്, സതീശൻ്റെ ബാക്കിൽ പിന്തുണ എന്ന് പറയുന്നത് അതെല്ലാം കൊണ്ടും ലീഗിൻ്റെ ഒരു പിന്തുണയായിരുന്നു. കാരണം സ്വന്തം പാർട്ടിയിലും അത്രത്തോളം സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ട് പോലും സപ്പോർട്ട് കൊടുത്ത ഒരു ബാക്കപ്പ് കൊടുത്ത ഒരു പാർട്ടി ലീഗായിരുന്നു. അതുകൊണ്ട് ആ നരേഷൻ പൊളിക്കുക എന്നുള്ളതിൻ്റെ ഭാഗം കൂടിയിട്ട് പല മാധ്യമ പ്രവർത്തകർ ഇതിനെ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ കൗണ്ടർ ചെയ്യാൻ സതീശൻ ചെയ്തൊരു കാര്യമാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് സതീശൻ പോകുന്നു. അപ്പം ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല ഗുരുവായൂരിലോട്ട് പോയിട്ട് ഈ നരേഷൻ തിരിക്കുമ്പം രമേശ് ചെന്നിത്തലയുടെ നരേഷൻ പൊളിക്കാൻ വേണ്ടി കണ്ട് സതീശൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോകുന്നു. അപ്പം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചലനം കൂടി കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ. അതിനിടയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം പിന്നീട് നടക്കുന്നത് ആഭ്യന്തരം എങ്ങനെയാവും എന്നുള്ളതാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായി. പിന്നീട് വരുന്നൊരു ചർച്ചയാണ് രമേശ് ചെന്നിത്തല പിന്നീട് പറഞ്ഞത് തനിക്ക് തന്നെ പൂർണ്ണമായിട്ട് അവഗണിച്ച ഒരു ഇതാണ്, അതുകൊണ്ട് താൻ മന്ത്രിസഭയിലോട്ടില്ല, വെറും ഒരു MLA ആയിട്ട് കോൺഗ്രസ് പ്രവർത്തകനാണ് താൻ, എക്കാലത്തും കോൺഗ്രസ് പ്രവർത്തകനാണ്. BJP പല മാധ്യമ പ്രവർത്തകരും പറയും BJP രമേശ് ചെന്നിത്തലയായിട്ടുള്ള കോളിംഗ് ചെയ്തു, അത്തരത്തിൽ BJPയിലോട്ട് വിളിക്കാൻ നോക്കി എന്നുള്ളത്. പക്ഷേ രമേശ് ചെന്നിത്തല താനൊരു പൂർണ്ണ കോൺഗ്രസ്സുകാരനാണെന്നുള്ളതും ഒരു കാരണവശാലും കോൺഗ്രസ് വിട്ടു പോകില്ല എന്നുള്ളതും തൻ്റെ പാരമ്പര്യം കോൺഗ്രസ് ആണെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തന്നെ വളർത്തിയത് എന്നും തനിക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും
അപ്പം മുഖ്യമന്ത്രി സ്ഥാനം ഈ പറഞ്ഞ പോലെ വി ഡി സതീശന് കിട്ടിയോണ്ട് തന്നെ പിന്നീട് വരുന്ന ഏറ്റവും വലിയ ചർച്ച ആഭ്യന്തരം ആർക്ക് കിട്ടും എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിലോട്ട് വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം തന്നെ എടുത്ത നിലപാട് താൻ മന്ത്രിസഭയിലോട്ടില്ലെന്നും താൻ വെറും ഒരു MLA ആയിട്ട് മാത്രം നിന്നുകൊള്ളാം എന്നുള്ള തലത്തിലോട്ടൊക്കെ ആയിരുന്നു രമേശ് ചെന്നിത്തല പിടിവാശി പിടിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏറ്റവും അവസാനത്തോട്ട് വരുമ്പോൾ AICC ആയി ബന്ധപ്പെട്ട ആൾക്കാർ സംസാരിക്കുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുന്നു, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. അവസാനം വഴങ്ങുന്നു. ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല പിന്നീട് ആഭ്യന്തര വകുപ്പിലേക്ക് ഓക്കെ പറയുന്നു. പക്ഷേ നമ്മൾ കണ്ടത് അതിനുശേഷം വന്ന മറ്റൊരു തിരക്കിട്ട സമ്പ്രദായം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിലോട്ട് ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് KC വേണുഗോപാൽ മുമ്പോട്ട് വന്നതായിരുന്നു. KC വേണുഗോപാൽ ഈ പറഞ്ഞ പോലെ AP അനിൽകുമാറിനെ മുമ്പോട്ട് വെക്കുന്നു തൻ്റെ പ്രതിനിധിയായിട്ട്. ആഭ്യന്തര വകുപ്പ് ഈ പറഞ്ഞ പോലെ AP അനിൽകുമാറിന് കൊടുക്കണം എന്ന് പറയുന്നു. അവസാനം രമേശ് ചെന്നിത്തല വഴങ്ങുന്നു. രമേശ് ചെന്നിത്തലക്ക് ആഭ്യന്തരം കൊടുക്കുക എന്നുള്ള തരത്തിലൂടെ നിലവിൽ ചർച്ചകൾ പോകുന്നു. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ പറഞ്ഞ പോലെ ആഭ്യന്തര വകുപ്പിൻ്റെ ആയിരിക്കും. നമുക്കറിയാം ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിൻ്റെ ഓഫീസിൽ കയറി പോലീസ് കയറിയതും മറ്റ് ഇൻ്റലിജൻസ് ഓഫീസേഴ്സ് കയറിയതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ വലിയ സോളാർ കേസിൻ്റെ കാലത്തും ആദ്യം ഈ രണ്ട് വകുപ്പും തൻ്റെ കയ്യിലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ആഭ്യന്തരം മറ്റൊരു ആളുകൾക്ക് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആഭ്യന്തരം തൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് രാഷ്ട്രീയത്തിൽ ചൊല്ലുണ്ട്, ഈ ആഭ്യന്തരം ആരെ കയ്യിലാണോ അവരെ മൊത്തം ചെല്ല് മാത്രമല്ല യഥാർത്ഥത്തിൽ അതാണ് സത്യാവസ്ഥ. ആഭ്യന്തരം ആരെ കയ്യിലാണോ അവർക്കാണ്. എൻ്റെ മുഖ്യമന്ത്രി പോലും ഒരു പേരിനൊരു പ്രതിനിധി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മൊത്തം പോലീസിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെ നിയന്ത്രിക്കുന്ന വ്യക്തി ആഭ്യന്തര വകുപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന പല നേതാക്കന്മാരും ആ മന്ത്രിസഭയെ കൺട്രോൾ ചെയ്യുന്നത് ആഭ്യന്തരമായിരിക്കും. അതുകൊണ്ടാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി വകുപ്പും നേരിട്ട് ഏറ്റെടുത്തത്. കാരണം ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. ഇത് ഇല്ലാണ്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പേരിനൊരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പം ഇത്തരത്തിലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുമ്പോട്ട് പോരുന്നത്. ഇതേ കാര്യം നമ്മൾ CPM-ലോട്ട് വരുമ്പോൾ നമുക്ക് CPM-ലും ഇതേ പ്രശ്നം ഉണ്ടായത് കാണാൻ പറ്റും. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി നിൽക്കുമ്പം അക്കാലത്ത് ഈ പറഞ്ഞ പോലെ ആഭ്യന്തരം ഈ പറഞ്ഞ പോലെ പിണറായി വിജയന് പ്രശ്നം ഉണ്ടാകുന്ന അവസാനം കോടിയേരി ബാലകൃഷ്ണന് സംഭവം കൊടുക്കുന്നു. അപ്പം അന്നത്തെ കാലത്ത് അച്യുതാനന്ദൻ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട ഒരു സംഭവമായിരുന്നു ആഭ്യന്തര വകുപ്പില്ലാണ്ട്. അപ്പം ആഭ്യന്തര വകുപ്പില്ലാണ്ട് എങ്ങനെ സതീശൻ പിന്നീട് മുമ്പോട്ട് പോകുന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം സതീശന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ വരുന്ന മറ്റൊരു ചർച്ച ധനകാര്യ വകുപ്പിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നമുക്കറിയാം മുമ്പുണ്ടായിരുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗമായിരുന്നു. മാണി വിഭാഗത്തിനായിരുന്നു ധനകാര്യ വകുപ്പ് കൊടുക്കുക. KM മാണിയായിരുന്നു കോൺഗ്രസിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി മുൻപുണ്ടായിരുന്നത്. അപ്പം പിന്നീട് അതിന് ശേഷം മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് പോകുന്നു, ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്നു. അപ്പം ഇത്തരത്തിൽ പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയിലോട്ട് വരുന്നു. എന്തായാലും ഇപ്രാവശ്യം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരൊറ്റ സീറ്റ് പോലും ഇല്ല, തകർന്ന് തരിപ്പണായി. അപ്പം ഇത്തരത്തിൽ ആ പാർട്ടിയെ നമ്മൾ ഇല്ലാണ്ടാകുന്നത് കൂടി കണ്ടൊരു ഇലക്ഷനായിരുന്നു ഇത്. അപ്പോൾ എന്തിരുന്നാലും കാര്യത്തിലോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ ആരായിരിക്കും ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ളത് ഇപ്പം നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ധനകാര്യം കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു MLA അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജ്ഞാനമുള്ള ഒരാളില്ല. അതുകൊണ്ട് തന്നെ VD സതീശൻ ക്യാമ്പുകൾ മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമാണ് ആഭ്യന്തര വകുപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി VD സതീശൻ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. കാരണം നമുക്കറിയാം VD സതീശൻ മുമ്പോട്ട് വെച്ച കുറേ ഐഡിയോളജി ഖജനാവ് പൂച്ച പറ്റി കിടക്കുകയാണെന്നുള്ള തരത്തിൽ സതീശൻ പറഞ്ഞായിരുന്നു. ഒന്നിനും പറ്റാണ്ട പ്രത്യേകിച്ചൊരു വരുമാനവും ഇല്ല. ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ സതീശൻ മുമ്പോട്ട് വെച്ചായിരുന്നു. എങ്ങനെ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളതും തൻ്റെ വ്യൂ പോയിൻറ്റും പെർസ്പെക്റ്റീവും ഐഡിയാസും എല്ലാം പല പോഡ്കാസ്റ്റിലൂടെ മുമ്പോട്ട് വെച്ചായിരുന്നു സതീശൻ. അതുകൊണ്ട് തന്നെ പല VD സതീശൻ ക്യാമ്പുകളും പറയുന്നൊരു കാര്യമാണ് സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പും ഏറ്റെടുക്കണം എന്നുള്ളൊരു കാര്യം. മുമ്പ് ഇതേപോലെ KM മാണി അവസാനം ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് പിന്നീട് രാജിവെക്കുമ്പം അന്നത്തെ കാലത്ത് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയായിരുന്നു പിന്നീട് ഈ പറഞ്ഞ പോലെ ധനകാര്യ വകുപ്പും അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് നടത്തിയത്. അപ്പം സതീശൻ ക്ലെയിം ചെയ്യുന്നൊരു കാര്യം മുമ്പ് ഇതേപോലെ ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തനിക്കും ഇങ്ങനെയായി മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള സാധനം സതീശൻ മുമ്പോട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടി വരുമ്പം സതീശൻ പറയുന്ന മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പിലും ഇപ്പം ആഭ്യന്തര ആയിക്കോട്ടെ, ധനകാര്യ ആയിക്കോട്ടെ, മറ്റ് ഏതായിക്കോട്ടെ, വ്യവസായം ആയിക്കോട്ടെ, എല്ലാ വകുപ്പും മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാലും തൻ്റെ ഒരു മേൽനോട്ടം അതിലുണ്ടാകുന്ന സതീശൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മന്ത്രിസഭ അറിയപ്പെടുന്നത് സതീശൻ്റെ പേരിലായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എന്ന് നമ്മൾ പറയാറുള്ളത്. നമ്മൾ ഒരു NDA ഗവൺമെൻറ് എന്നുള്ള വളരെ ചുരുക്കമായിട്ട് പറയുള്ളൂ. ആരാണോ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആരാണോ മുഖ്യമന്ത്രി അവരെ പേരിലാണ് ഈ മന്ത്രിസഭ അറിയാറുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വരാൻ പോകുന്ന മന്ത്രിസഭ അറിയപ്പെടുന്നത് സതീശൻ്റെ മന്ത്രിസഭ എന്നുള്ള രീതിയിലായിരിക്കും.
അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ വകുപ്പിലും തൻ്റെ ഒരു മേൽനോട്ടം ഉണ്ടാകുന്ന സതീശൻ ഓൾറെഡി മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ UDF കുത്തഴിഞ്ഞ ഒരു മന്ത്രിസഭയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ. അന്ന് ലീഗായിരുന്നു ആ സാധനം ഏറ്റെടുത്തായിരുന്നു. പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾ പോലും പാസ്സാകുന്നു, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ തോൽക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട വന്നൊരു പാർട്ടിയാണ് ലീഗ്. അപ്പം അതും വലിയൊരു വിഷയമാണ്. സതീശൻ ഇത്തരത്തിൽ എല്ലാ പാർട്ടികളെയും മോണിറ്റർ ചെയ്യും, എല്ലാ വകുപ്പിനും ഡിപ്പാർട്ട്മെൻറ്റിനും തൻ്റേതായൊരു മോണിറ്ററൈസേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നുള്ള സതീശൻ മുമ്പോട്ട് വെക്കുന്നു. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാണാം എങ്ങനെയായിരിക്കും സതീശൻ്റെ മുമ്പോട്ടുള്ള പോക്ക് എന്നുള്ളത്.